പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാവർക്കും ചുമതലകൾ നൽകിയപ്പോൾ തന്നെ ഒഴിച്ചു നിർത്തിയെന്ന് ചാണ്ടിയുമ്മൻ എം.എൽ.എ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്കൊഴിച്ച് എല്ലാവർക്കും നേതൃത്വം ചുമതല കൊടുത്തിരുന്നു എന്നതായിരുന്നു ചാണ്ടിയുമ്മൻ ഉയർത്തിയ പരാതി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എന്നും അതിൽ കൂടുതൽ ചർച്ചയ്ക്ക് തയ്യാറല്ല, അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്ന നിലപാട് സ്വീകരിച്ചത് എന്നും പ്രചാരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയതെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു. എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുകൂടി ചാണ്ടിയുമ്മൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവിനെയും മറ്റും ചാണ്ടിയുമ്മൻ കുറ്റപ്പെടുത്തിയെന്നും ചാണ്ടിയുമ്മനെ മാറ്റി നിർത്തി എന്നുമുള്ള ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ പിന്നീട് ചാണ്ടിയുമ്മൻ തന്നെ തന്റെ നിലപാട് മയപ്പെടുത്തി രംഗത്ത് വന്നു. ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ തരാത്തതിൽ പരാതിയില്ലെന്ന് ചാണ്ടിയുമ്മൻ എം.എൽ.എ. പറഞ്ഞു. താൻ പറഞ്ഞ ചെറിയ വിഷമത്തെ ഊതിപ്പെരുപ്പിച്ച് ഇല്ലാത്തൊരു ലഹള ഉണ്ടാക്കിയെടുക്കരുതെന്നാണ് ചാണ്ടിയുമ്മൻ എം.എൽ.എ. പറയുന്നത്. പാർട്ടിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയെന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ അവഗണിച്ചതായി ചാണ്ടിയുമ്മൻ എം.എൽ.എ. കഴിഞ്ഞ ദിവസമായിരുന്നു പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 ഇടങ്ങളിലും തനിക്ക് ഒരു ഉത്തരവാദിത്വവും തന്നില്ലെന്നും ഒരു പഞ്ചായത്തിന്റെ ചുമതല പോലും തനിക്കുണ്ടായിരുന്നില്ല എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. ചുമതലകൾ ഇല്ലായിരുന്നത് കൊണ്ട് പാർട്ടി പറയുന്നിടത്ത് മാത്രം പോകണം എന്ന് തീരുമാനിച്ചു. അത് പാലക്കാടും വയനാടും അതേപോലെ തന്നെ ചേലക്കരയും പാർട്ടി പറയുന്നിടത്ത് പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനതല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളാണതിനെ ഊതിപ്പെരുപ്പിച്ച് വേറെ തരത്തിൽ കൊണ്ടുപോയി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പറയാതിരിക്കാൻ മേല. ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അത് വ്യക്തിപരമായ ആർക്കെതിരെ പറഞ്ഞതല്ല, പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല. അതിനെ അങ്ങനെ ആക്കി തീർക്കരുത്. അതേസമയം ചാണ്ടിയുമ്മനെതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതെല്ലാം വ്യാജ ഐഡികളാണെന്നും തനിക്കെതിരെയുള്ള സ്ഥിരം കലാപരിപാടികളാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കോൺഗ്രസിനോട് വിരോധമുള്ളതുകൊണ്ടാണ് അവർ അത്തരത്തിൽ പറയുന്നതെന്നും അവർ കോൺഗ്രസുകാരല്ല എന്നുമാണ് ചാണ്ടിയുമ്മന്റെ വാദം. ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തപ്പെട്ടതിൽ അതൃപ്തിയില്ലേ എന്ന ചോദ്യത്തിന് താൻ പറഞ്ഞതെല്ലാം പറഞ്ഞതാണ്, പക്ഷേ പ്രതിപക്ഷ നേതാവാണ് അതിനുത്തരവാദി എന്ന് താൻ പറഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം മറുപടി പറഞ്ഞു. പറയാനുള്ളത് പാർട്ടിക്കകത്ത് പറയുമെന്നും ചാണ്ടിയുമ്മൻ കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ചാണ്ടിയുമ്മന് മറുപടിയുമായി വി.കെ. ശ്രീകണ്ഠൻ എം.പി. രംഗത്ത് വന്നിരുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എല്ലാവരെയും സഹകരിപ്പിച്ചിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചാണ്ടിയുമ്മൻ അടക്കം പാലക്കാട് എത്തി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മുതിർന്ന നേതാക്കൾക്കായിരുന്നു ചുമതല. നിരവധി പൊതുയോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും ചാണ്ടിയുമ്മൻ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. UDFിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേസമയം ചാണ്ടിയുമ്മൻ സഹോദരനെ പോലെയാണെന്നും അദ്ദേഹത്തിന്റെ പരാതി നേതൃത്വം പരിഹരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയുണ്ടായി. താൻ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ നേതാവിന്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം തനിക്ക് സഹോദര തുല്യനാണെന്നും രാഹുൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരാതി നേതൃത്വത്തോടാണ്, അത് നേതൃത്വം പരിഹരിക്കും. തനിക്ക് അക്കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നും രാഹുൽ പറഞ്ഞു. ചാണ്ടിയുമ്മൻ പാലക്കാട് എത്തിയിരുന്നു. നിരവധി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണകരമായിരുന്നു. അതുപോലെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നടന്നതുപോലെ ആയിരുന്നില്ല പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പെന്നും പാലക്കാട് തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ മറ്റ് 2 ഇടങ്ങളിൽ കൂടി തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും എല്ലാ ദിവസവും പാലക്കാട് കേന്ദ്രീകരിച്ചിരുന്നില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചു. ചാണ്ടിയുമ്മൻ വയനാടും ചേലക്കരയും പോയിട്ടുണ്ട്, അദ്ദേഹം മഹാരാഷ്ട്രയിലും പോയിട്ടുണ്ട് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ന്യായീകരണം.